ന്യൂസ് ടൈംസ് തുടരുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് വൈകിട്ടറിയാം. 5 മണിവരെയാണ് വോട്ടെടുപ്പ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി. വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് സുദർശൻ റെഡ്ഡി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടന്റെയും പേര് പരാമർശിക്കുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരെ വേണമെങ്കിലും ഊഹിക്കാവുന്ന തിരക്കഥകളാണ് പലതും. അങ്ങനെ ഊഹിച്ച് ആരുടെയും ജീവിതം തകർക്കാൻ കഴിയില്ല. സർക്കാർ പരിഗണിക്കുന്നതും നടപ്പാക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണെന്നും മന്ത്രി ന്യൂസ് 18 Q18. കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് DGP. പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ സേനയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇടപെടൽ. പുറത്തുവന്ന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് റേഞ്ച് IG-മാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും വിശദീകരണം തേടും. കസ്റ്റഡി മർദ്ദന കേസുകളിൽ വകുപ്പ് തല നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. ദക്ഷിണ ഉത്തര മേഖല IG-മാർക്ക് DGP നിർദ്ദേശം നൽകി. കുന്നംകുളം പീച്ചി മർദ്ദനങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ്. കേരള പോലീസ് നരാധമന്മാരാകുന്നതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് പിടിപ്പുകേടും അനാസ്ഥയും ഭരണപരമായ പരാജയമാണ് പോലീസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും ചെന്നിത്തല. സ്റ്റേഷനിൽ എത്തുന്നവരെ ആക്രമിക്കുന്നുവെന്നും ചെന്നിത്തലയുടെ ആരോപണം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് ആദ്യമായി 10,000 രൂപ കടന്നു. ഒരു പവന് 80,880 രൂപയാണ് ഇന്നത്തെ വില. ഒരു പവൻ സ്വർണം വാങ്ങാൻ 90,000 രൂപയിലേറെ നൽകേണ്ടി വരും. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കം. ദീപശിഖ റാലി ഇന്ന് വയലാർ രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് തുടങ്ങും. സമ്മേളന നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതിനായി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ആലപ്പുഴയിൽ. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. കള്ളപ്പണ ഇടപാട് കേസിൽ മുസ്ലിം ലീഗ് നേതാവ് MC കമറുദ്ദീന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉപാധികളോടെ ജാമ്യം നൽകി. MC കമറുദ്ദീനെതിരെ ചുമത്തിയ കുറ്റം PMLA നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കോടതി. ഓണക്കാലത്ത് റെക്കോർഡ് വരുമാനവുമായി KSRTC. ടിക്കറ്റ് വരുമാനം 10 കോടി രൂപ കടന്നു. 10.13 കോടി രൂപയാണ് തിങ്കളാഴ്ച കിട്ടിയത്. ആദ്യമായാണ് ഒറ്റ ദിവസം KSRTC ഇത്രയും കളക്ഷൻ നേടുന്നത്. ജെൻസി പ്രക്ഷോഭത്തിനൊടുവിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി നേപ്പാൾ. അടിയന്തര ക്യാബിനറ്റ് ചേർന്ന് തീരുമാനം. പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 19 പേർ. പ്രധാനമന്ത്രിയുടെ രാജി അടക്കം ഉന്നയിച്ച് പ്രക്ഷോഭം തുടരാൻ പ്രതിഷേധക്കാർ. ധർമ്മസ്ഥലയിൽ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP സംസ്ഥാന ഘടകം. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ BJP അധ്യക്ഷൻ സന്ദർശിച്ചു. കേസിൽ പുനരന്വേഷണത്തിന് നിയമസഹായം നൽകുമെന്ന് BJP. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ. കേസ് കോടതിയിലായതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ല. നടപടി തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ. ലൈംഗിക ആരോപണങ്ങൾക്കിടെ പ്രതികരണവുമായി വേടൻ. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും വേടൻ. പത്തനംതിട്ട കോന്നിയിൽ നടന്ന കരിയാട്ടം പരിപാടിയിലായിരുന്നു വേടന്റെ പ്രതികരണം. നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. എളമക്കര പോലീസ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ രാത്രി സനൽകുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ഗവർണർ. 59 ഫ്ലോട്ടുകളും 91 കലാരൂപങ്ങളും അണിനിരക്കും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ഇന്ന് പ്രാദേശിക അവധി. ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന്. ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. പൊതു പരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുക. മറുപടി നൽകാൻ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സർക്കാർ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഹർജി.
വ്യവസായം തുടങ്ങാൻ അനുയോജ്യമായ നാടായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യവസായ സൗകര്യങ്ങളുള്ള നഗരങ്ങളുടെ കൂട്ടത്തിലേക്ക് കേരളത്തെ വളർത്താനാണ് സർക്കാരിന്റെ ശ്രമം. നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമമുണ്ടെന്നും കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടിയിൽ മുഖ്യമന്ത്രി. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ UAE-ക്കെതിരെ.